ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെള്ളച്ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്താക്കി ഇങ്ങ് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ മൈദയുടെ അളവ് നമ്മൾ എടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട്, അതായത് ചോറിനകത്ത് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ചിലപ്പം കൂടുതലായിട്ട് വേണ്ടി വരും, ചിലപ്പം കുറവ് വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. നല്ല കട്ടിയായിട്ടല്ല ഇരിക്കേണ്ടുള്ളത്. ഇതുപോലെ കയ്യിൽ പിടിക്കുമ്പം ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റാക്കി വേണം കുഴച്ചിട്ടെടുക്കാൻ. മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ മാവ് ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പോർഷൻ നമുക്കിപ്പോൾ എടുക്കാം. മറ്റേ പോർഷൻ അടച്ച് വെക്കണം കേട്ടോ. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദയൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം ആ ഒരു മൈദയുടെ പകുതി പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൈദാപ്പൊടിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചപ്പാത്തി റോളർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്, മൈദ ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം കുറച്ച് മൈദാപ്പൊടിയും കൂടി വിതറി കൊടുക്കാം. അതും എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ഒന്ന് വിതറി കൊടുക്കാൻ. മൈദ കൂടി പോകണ്ട, പക്ഷേ കുറച്ച് ഒന്ന് വിതറി കൊടുക്കുക, ഞാൻ ഈ കാണിച്ചതുപോലെ. അതിനുശേഷം നമ്മുടെ 2 കൈ ഉപയോഗിച്ചിട്ട് ഇത് നമുക്കൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ആ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ തോന്നും, അത് കാര്യമാക്കണ്ട. നമ്മളിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എത്ര വലിപ്പത്തിലാണോ ഈ ഒരു റെസിപ്പി വേണ്ടത്, അതായത് ഈ ഒരു പലഹാരം വേണ്ടത്, അതനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന കണക്ക് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് പരത്തിയിട്ടെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും നമുക്ക് ഇത് ചുട്ടെടുത്തതിന് ശേഷം അതും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൈയൊക്കെ വെച്ചിട്ട്. അതിനുശേഷം ചപ്പാത്തി റോളർ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനാണ് എടുത്തിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പലഹാരം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതാ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആ സൈഡിലും കൂടി കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മുരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. വെറും 4 ചേരുവകൾ കൊണ്ടാണ് നമ്മളിതൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് പൊറോട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ബാക്കി വരുവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.